മുൻ DGP ശ്രീലേഖയ്ക്കെതിരായ കോടതി അലക്ഷ്യ ഹർജി തള്ളി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് പങ്കില്ലെന്ന പരാമർശത്തിനെതിരെയായിരുന്നു ഹർജി. യൂട്യൂബിൽ സസ്നേഹം ശ്രീലേഖ എന്ന പേരിലും ഓൺലൈൻ മാധ്യമത്തിലും നടത്തിയ പരാമർശങ്ങളാണ് കേസിന് ആധാരം. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് കോടതി അലക്ഷ്യ ഹർജി തള്ളിയത്. നടി നൽകിയ കോടതി അലക്ഷ്യ ഹർജിയാണ് തള്ളിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിൽ? എന്തൊക്കെ കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഈ നടിയുടെ കോടതി അലക്ഷ്യ ഹർജി തള്ളിയത്? ഒപ്പം ശ്രീലേഖയ്ക്ക് അനുകൂലമായ എന്തൊക്കെ കാര്യങ്ങളാണ്? ശ്രീലേഖയ്ക്കെതിരെ 2024 നടി ഇത്തരത്തിലൊരു കോടതിയലക്ഷ്യ ഹർജി കീഴ്ക്കോടതിയിൽ സമർപ്പിക്കുന്നത്. അതായത് ദിലീപിന് ഈ നടി ആക്രമിച്ച സംഭവത്തിൽ യാതൊരുവിധ പങ്കുമില്ല, ഗൂഢാലോചനയിലോ അല്ലാതെ നേരിട്ടോ പങ്കില്ല. കേസിന് ആസ്പദമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ, ദിലീപിനെതിരായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ പോലീസ് കെട്ടിച്ചമച്ചതാണ്. ഇത് കേസിന്റെ വിചാരണയെ അപ്പാടെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടി തന്നെ കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. ആ ഹർജിയാണ് കീഴ്ക്കോടതി, അതായത് എറണാകുളം സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത്. ശ്രീലേഖ നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊന്നും തന്നെ കോടതിയലക്ഷ്യത്തിന് ആധാരമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് കീഴ്ക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു കോടതിയലക്ഷ്യ ഹർജി നൽകുമ്പോൾ ഉണ്ടാകേണ്ട, പാലിക്കപ്പെടേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അതൊന്നും തന്നെ ഈ നടി, അതായത് ഹർജിക്കാരി, പാലിച്ചിട്ടില്ല എന്ന സാങ്കേതിക പ്രശ്നവും കീഴ്ക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ശ്രീലേഖ തന്റെ യൂട്യൂബ് ചാനലിലും അതോടൊപ്പം തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള പരാമർശം, കോടതിയലക്ഷ്യത്തിന് ആധാരമായിട്ടുള്ള പരാമർശം നടത്തിയിട്ടുണ്ടെന്നാണ് നടി നേരത്തെ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്, വാദമായിട്ട് ഉന്നയിച്ചിട്ടുള്ളതും. അതിൽ ആദ്യ നടപടി എന്നുള്ള രീതിയിൽ ശ്രീലേഖയ്ക്ക് നോട്ടീസൊക്കെ അയച്ചുകൊണ്ട് കോടതി മറുപടിയൊക്കെ തന്നെ തേടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കോടതി അന്തിമമായിട്ടുള്ള ഒരു ഉത്തരവിലേക്ക് കടന്നിരിക്കുകയാണ്. കോടതിയലക്ഷ്യ ഹർജി, അതായത് ശ്രീലേഖയ്ക്കെതിരെ നടി നൽകിയിട്ടുള്ള കോടതിയലക്ഷ്യ ഹർജി തള്ളിയിരിക്കുകയാണ്. ദിലീപിനെതിരെ പങ്കില്ല, അല്ലെങ്കിൽ ദിലീപിന് ഈ കേസിലോ ഈ സംഭവത്തിലോ പങ്കില്ല എന്നുള്ള പരാമർശം അതൊരു കോടതി ലക്ഷ്യത്തിന് ആധാരമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ശ്രീലേഖയ്ക്കെതിരായിട്ടുള്ള കോടതി ലക്ഷ്യ ഹർജി തള്ളിയിരിക്കുന്നത്. രേഷ്മ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് പങ്കില്ല എന്നുള്ള ശ്രീലേഖയുടെ വാദമൊക്കെ വലിയ വിവാദമായിരുന്നു. പക്ഷേ അതിനെതിരെ തന്നെ ഇത്തരത്തിലുള്ള അതിജീവിത ഈ കോടതിയെ സമീപിക്കുകയും കോടതിയലക്ഷ്യ ഹർജി നൽകുകയും ചെയ്തു. തുടർന്ന് ഇന്ന് പരിഗണിക്കുമ്പോഴാണ് ഈ ഹർജി തള്ളി ശ്രീലേഖയ്ക്ക് അനുകൂലമായ ഒരു വിധി കോടതി നടപ്പിലാക്കിയത്. വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ഇപ്പോൾ പങ്കുവച്ചത്.